ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വചനം 29 ആണ്. ഗലാത്യ അധ്യായം 4 വചനം 29. ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. എന്നത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അന്ന് പീഡിപ്പിച്ചു. അതാ ജഡികമായി ജനിച്ചവൻ ആത്മീയമായി ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. യേശുക്രിസ്തുവിനും 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അത് നമുക്കറിയാം. നമ്മുടെ ചരിത്രത്തിൻ്റെ ആരംഭമാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം അത് ഏബ്രഹാം തുടങ്ങിയാണ്. അബ്രഹത്തിന് കല്യാണം കഴിച്ച ഒരു സാറായി ഉണ്ടായിരുന്നു. മക്കളില്ല എന്ന് ധരിച്ചപ്പോൾ സാറാ തന്നെ പറഞ്ഞു, വെപ്പാട്ടിയായ സ്ത്രീയോടൊക്കെ ശയിച്ച് ഒരു കുട്ടിയെ ജനിപ്പിക്കുവാൻ. അങ്ങനെ ഹഗാറിനോട് കൂടി ശയിച്ചു. അങ്ങനെ ഇസ്മായേൽ പിറക്കുന്നു. ഇനിയും ഓർക്കണമേ, ആ ഇസ്മായിലിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ജനേസിസ് ഉൽപ്പത്തി പുസ്തകം 16 വായിക്കാം. അവൻ നിയമാനുസരണം പിറന്നവൻ അല്ലായിരുന്നു, മാത്രവുമല്ല പരിച്ഛേദനം സ്വീകരിച്ചവനും അല്ലായിരുന്നു. പരിച്ഛേദനത്തിന് നിർദ്ദേശം കർത്താവ് എബ്രഹാത്തിന് കൊടുക്കുന്നത് 17-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അടുത്ത അധ്യായത്തിലാണ് മറ്റേ പുത്രൻ്റെ നിയമപ്രകാരമുള്ള വാഗ്ദത്തപ്രകാരമുള്ള ഇസഹാക്കിൻ്റെ ജന്മത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡികമായിട്ട്, അത് ആത്മാവില്ലാതെ പരിച്ഛേദനം സ്വീകരിക്കാതെ നിയമാനുസൃതമല്ലാതെ ജനിച്ച ഇസ്മായേൽ നിയമാനുസൃതം ജനിച്ച ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജനിച്ച ഇസഹാക്കിനെ പീഡിപ്പിച്ചുവെന്ന്. ഇത് ഒരു ചരിത്ര ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്കാണാൻ സാധിക്കും അന്നു മുതൽ ഇന്നുവരെയും ഈ തരത്തിലുള്ള പീഡനം, അതാണ് പറഞ്ഞത്, അന്ന് പീഡിപ്പിച്ച പോലെ ഇന്നും ആ പീഡനം തുടരുന്നു. നമുക്കറിയാം ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട സമൂഹമായിരുന്നു ദൈവമക്കൾ, ആ ജൂതന്മാർ എന്ന് നമ്മൾ പറയും. എന്നാൽ ഇസ്രായേൽക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട, വേറൊരു ഭാഷ പറഞ്ഞാൽ. അപ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം. കർത്താവ് കൂടെ പറയുമായിരുന്നു, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. അവരും തിരിച്ചു പറയുമായിരുന്നു, അങ്ങ് ഞങ്ങളുടെ സ്വന്തമാണ്. അത് എങ്ങനെയായിരുന്നു? തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം കൽപ്പന പാലിക്കലിലൂടെയായിരുന്നു. അതിനാണ് ഉടമ്പടി ബന്ധം. അപ്പോൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അനുസരണ മക്കളായി ഇസ്രായേൽ ജനം പോകുന്നു. എല്ലാവരുമല്ല, ആരെങ്കിലും ആ കൽപ്പനകൾ നിരസിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ചാൽ അവർ ആ ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താണ്. പിന്നെ വിജാതിയർ എന്ന് വിളിച്ചത് ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെടാത്തവർ. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് പഴയ നിയമം നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഈശോയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാലോ. ഈശോ ആത്മീയമായി ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ നമുക്കറിയാം. എന്നാൽ അന്നത്തെ സമകാലീനത്തിൽ എല്ലാവരും ജനിച്ചത് ജഡത്താൽ, ആത്മാവിൽ ജനിച്ചവർ അല്ല. ഇനിയും ആ ഈശോയെ പീഡിപ്പിച്ചു ആര്? ജഡികമായി ജനിച്ചവർ. അപ്പോൾ നമ്മൾ കുരിശിൽ കാണുന്നതും പീഡാനുഭവ ചരിത്രത്തിൽ കാണുന്നതും എന്താണ്? ആത്മീയമായി ജനിച്ചവനെ ജഡികമായി ജനിച്ചവർ പീഡിപ്പിക്കുന്നതാണ്. അത് തുടരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ ജനിച്ചവരെ അല്ലാത്തവർ പീഡിപ്പിച്ചു. ഇന്നും ഈ പീഡനം തുടർന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ 2 തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റൂ. ഒന്ന്, ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം അതൊരു മതവുമായി ബന്ധപ്പെട്ടതാണ്. എത്രയോ അക്രൈസ്തവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുന്നു ഇന്നത്തെ കാലത്ത്. നിശ്ചയമായിട്ടും അവർ ജഡികരല്ല, ആത്മീയർ ആണ്. ഞാനിപ്പോൾ ഇതൊരു മതസംബന്ധമായി പറയുന്ന ഒരു പ്രസംഗമല്ല, ഒരു മതപ്രസംഗമല്ല. ദൈവികതയെപ്പറ്റി പറയുകയാണ്, ആധ്യാത്മികതയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുകയാണ് മക്കളെ. അപ്പോൾ ഈ 2 ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും.
ജഡത്താൽ നയിക്കപ്പെട്ടവർ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ജഡിക അഭിലാഷങ്ങൾ ആത്മീയമായ അഭിലാഷങ്ങൾക്കെതിരാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ. ഒന്ന് ജഡപ്രകാരം, മറ്റത് ആത്മപ്രകാരം. നമ്മൾ വായിക്കുന്നു ഗലാത്യർക്കെഴുതിയ ലേഖനം അധ്യായം 5, 16, 17. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ പ്രശ്നം, അതായത് ഒരു യുദ്ധം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വചനം നമ്മൾ ആഴമായിട്ട് പരിശോധിച്ചാൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പറ്റിയാണ്. നമ്മളിൽ തന്നെ ഈ ദ്വന്ദ്വ യുദ്ധം ഉണ്ട്. അതായത് നമ്മളിൽ ഒരു ജഡിക മനുഷ്യൻ ഉണ്ട്, നമ്മളിൽ തന്നെ ഒരു ആത്മീയ മനുഷ്യനും ഉണ്ട്. കാരണം നമ്മൾ 2 തവണ ജനിച്ചവർ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ജഡപ്രകാരം, ശാരീരിക പ്രകാരം നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ജനിച്ചു. അതിനുശേഷം മാമോദിസ തൊട്ടിയിൽ ജ്ഞാനസ്ഥാനത്തിൻ്റെ ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തെ അപ്പച്ച, പിതാവ് എന്ന് വിളിക്കത്തക്ക രീതിയിൽ നമ്മൾ ദൈവമക്കളായി, എന്ന് പറഞ്ഞാൽ ആത്മീയരായി ഭവിച്ചു. അപ്പോൾ 2 ജനനം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ദ്വന്ദ്വ യുദ്ധം നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ അത് എപ്രകാരം ഈ ദ്വന്ദ്വ യുദ്ധത്തിൽ നമുക്ക് ശാരീരികമായി ജനിച്ചവനെ അഥവാ ജഡികമായി ജനിച്ചവനെ നാം പേറിക്കൊണ്ട് നടക്കാൻ നമ്മുടെ കൂടെയുണ്ട്. എപ്രകാരം തരണം ചെയ്യാൻ സാധിക്കും? പരിശുദ്ധാത്മാവിലാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്, അതിജീവിക്കേണ്ടത്. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ അല്പം അത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എപ്രകാരം ജഡത്തിൻ്റെ പ്രവണതകളെ നിഗണിക്കണം എന്ന് വായിക്കുന്നു. റോമാക്കാർക്ക് ലേഖനം അധ്യായം 8 വചനം 15. 8:15 റോമാക്കാർക്ക് ലേഖനം. പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവമക്കളാണെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ഒരു സാക്ഷികളാണ് കർത്താവിനോടുകൂടി. പിതാവിൻ്റെ മക്കൾ, അപ്പച്ച, അബ്ബ, പിതാവ് എന്ന് വിളിക്കാൻ സാധിക്കുന്നവർ. അത് സാധിക്കുന്ന എങ്ങനെ? 13-ാം വചനത്തിൽ അത് പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗണിക്കുന്നുവെങ്കിൽ ജീവിക്കും. ഓർക്കണമേ, ആത്മാവിനാൽ നാം ജനിച്ചത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ജഡികമായി ജനിച്ചവർ ജഡിക പ്രവണതകൾ അനുസരിച്ച് ഈ ലോക കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു. ആ പ്രാർത്ഥനകളെല്ലാം അപ്രകാരമായിരിക്കും. ഈ ലോകത്തിൽ ഒരു രാജ്യം, അഥവാ ഈ രാജ്യത്തിൽ കൂടുതൽ ശാന്തിയിൽ, സമാധാനത്തിൽ, സൗഖ്യത്തിൽ, കൂടുതൽ പ്രതാപത്തിൽ ജീവിക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു, നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ മറക്കരുത്. 1 കൊരിന്ത്യർ അധ്യായം 15 വചനം 25 പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ മറ്റാരേക്കാളും ദൗർഭാഗ്യവാന്മാർ. നമ്മളല്ല ദൗർഭാഗ്യവാന്മാരല്ല, ഭാഗ്യവാന്മാരാണ്. കാരണം നാം നമ്മുടെ പ്രതീക്ഷ മുഴുവൻ വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ജീവിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് ആ കൂട്ടവകാശികളായി തീരുവാൻ, ഈശോയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ഒന്നായി പിതാവിൻ്റെ വലത്തുഭാഗത്തായിരിക്കുവാനുള്ള ആ കൂട്ടവകാശമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായിരിക്കണം നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. അതുകൊണ്ട് വേണം ഈ ജഡപ്രവണതയെ നമ്മൾ നിഗണിക്കുവാൻ, എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ. നമ്മൾ ആദ്യം പറഞ്ഞത് മൂത്തവൻ ആരാ? ജഡപ്രകാരമുള്ളവൻ. ഹഗാറിൻ്റെ മകൻ ഇസ്മായിലാണ് മൂത്തത്. ഇസഹാക്ക് ഇളയവൻ ആണ്, സാറായിലൂടെ പിറന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മളിൽ പിറന്ന പുതിയ മനുഷ്യൻ ആ പഴയ മനുഷ്യനേക്കാൾ ഇളയതാണ്. അപ്പം അനിയൻ ചേട്ടനോട് പോരാടുന്നു. ഹല്ലേലൂയ. ഈ പോരാട്ടം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭവമാണ്. അതായത് ജഡിക പ്രവണതകൾ, ആത്മീയ പ്രവണതകളെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ,
നമ്മുടെ ജഡത്തെ, നമ്മുടെ ജീവിതത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ നിത്യജീവൻ ഇല്ലാതാക്കുവാൻ. എന്നാൽ മറുസൈഡിൽ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ജഡിക പ്രവണതകളെ നിഗനിച്ച് അതിൻ്റെ ശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ ആ ശക്തിയിൽ ഊരി കത്തി നമ്മളെ ഒരു തരത്തിൽ ആ സ്വർഗത്തിലെത്തിക്കുക, കർത്താവിനോടുകൂടി എത്തിക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടല്ലോ ഈ ആ വചനം. അതായത് നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം വഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ആത്മാവുണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ശരീരവും ആത്മാവുമായിട്ടാണ്. ഈ ആത്മാവിലേക്കാണ് പരിശുദ്ധാത്മാവ് ഊരപ്പെട്ടത്, അഥവാ പരിശുദ്ധാത്മാവിനെ അയച്ചത്. അപ്പം നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവോട് ചേർന്നു, അഥവാ നേരെ തിരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്നു. അങ്ങനെ നമ്മൾ ധന്യരായി. അപ്പോൾ ഈ ഒത്തുചേർന്നുള്ള ആ ജീവിതം, ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മകളുടെ ജീവിതത്തിലാണ് നമ്മൾ അനുദിനം വളരേണ്ടത്. അതിനെയാണ് നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവിൽ വളരുക. അങ്ങനെ വളരുമ്പോൾ കണിശമായിട്ടും ദ്വന്ദ്വയുദ്ധം ഉണ്ട്, എന്നാൽ നമ്മൾ വിജയശീലാളിതരാകും. അതായത് ജഡിക പ്രവണതകളെ നമുക്ക് നിഹനിക്കുവാൻ, നശിപ്പിക്കുവാൻ കഴിയും. ഇത് ഒരിക്കലും തീരില്ല. നമ്മൾ മരിക്കുന്നത് ഈ ഭൂമിയിലെ അവസാന നിമിഷം വരെ ഈ യുദ്ധം അത് തുടർന്നുകൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ അവസാനം പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞാൻ പടപൊരുതി, നല്ലപോലെ പൊരുതി, വിശ്വാസം കാത്തു സംരക്ഷിച്ചു, എനിക്ക് വേണ്ടി രക്ഷകനായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടം കിട്ടുവാൻ ഞാൻ പോകുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം അവസാനം വരെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനി ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വീണ്ടും ജാതരായവർ, അവരെയാണ് ഞാൻ ക്രിസ്ത്യാനി എന്നോട് ഉപദേശിക്കുന്നത്. അതൊരു പക്ഷേ വേറെ മതത്തിലായിരിക്കാം, ക്രിസ്തു മതത്തിലായിരിക്കും, നിർബന്ധമില്ല. ധാരാളം പേർ ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലും അപ്രകാരമുണ്ട്. അപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, അവരെയാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ. അവർ ഈ പോരാട്ടത്തിൽ എപ്പോഴും വിജയിക്കും. അതുകൊണ്ട് അവർ സന്തോഷമാണ്. ഈ പരീക്ഷകൾ ഉണ്ടാകും തോറും അവർ കൂടുതൽ ശക്തി പ്രാപിക്കും. നമുക്കറിയാമല്ലോ, 40 ദിവസവും 40 രാത്രിയും ഈശോ ആ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അതും ഒരു ജഡിക പ്രവണതകൾക്ക് എതിരായിട്ടുള്ള പരീക്ഷയായിരുന്നു എന്ന് ഓർക്കണമേ. 3 പരീക്ഷകൾ എണ്ണി പറയുന്നത്, അതെ, നിങ്ങൾ ഈ നോയമ്പ് കാലത്ത് കേട്ടു കാണും. അതിനെപ്പറ്റിയൊക്കെ പള്ളി പ്രസംഗിക്കുന്നതും ഇവിടെ തന്നെയും ബീജിലച്ചനൊക്കെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടു കാണും. ആ 3 പ്രലോഭനങ്ങളെ പറ്റി പറഞ്ഞാൽ 3 തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഒരു മനുഷ്യനുണ്ടാകുന്നതാണ്. ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്, അങ്ങനെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി നേടിയത്. അവിടെ പിശാചിനോട് അങ്ങനെ പോരാടി ഈശോ 40 ദിവസം കഴിഞ്ഞപ്പോൾ ശക്തനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്തിന്? സുവിശേഷ പ്രഘോഷണത്തിനായിട്ട്. അപ്പോൾ ആ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ജഡത്തോടും പിശാചിനുള്ള പോരാട്ടം അവനെ യഥാർത്ഥത്തിൽ ഉരുവാക്കി, പുതിയ വ്യക്തിയാക്കി, പുതിയ ശക്തനാക്കി, പുതിയ വ്യക്തിയാക്കി, ഒരു പിതാവിൻ്റെ സാക്ഷിയാക്കി. അങ്ങനെ വചനം പ്രഘോഷിക്കുവാനും രോഗശാന്തി കൊടുക്കാനും പോകുന്നു. ഇതായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും ജീവിതം. ഇത് ഒരു നിമിഷത്തിൽ നടക്കുന്നതല്ല മക്കളെ. ഓരോ നിമിഷവും, ഓരോ ദിവസവും നമ്മൾ ഇപ്രകാരം ഈ ജഡത്തോടുള്ള പോരാട്ടം. ഇനി ഞാൻ ഇന്നലെ പറയുണ്ടായതുപോലെ 2 ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട്. ഏത് വേണമെങ്കിലും നമ്മൾ വന്ന് നിവസിക്കുവാൻ കഴിയും. കാരണം നമ്മുടെ ഹൃദയം ശൂന്യമാണ്. നമ്മുടെ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടത് ഏതോ അഭൗമികമായതിനു വേണ്ടിയാണ്. അതായത് ഈ ഭൗമിക കാര്യത്തിന് വേണ്ടി അല്ല നമ്മുടെ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അമാനുഷികമായ, എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ എന്തിനോ വേണ്ടി. നമുക്കത് വായിക്കുവാൻ സാധിക്കും. സങ്കീർത്തനം 43-ലും 63-ലും എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുള്ള ഒരു ഹൃദയം നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ദാഹം ശമിപ്പിക്കുന്നത് ജീവജലമാകുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാതെ മറ്റ് ലൗകിക ദാഹങ്ങളുടെ പിന്നാലെ, ലൗകിക വസ്തുക്കളുടെ പിന്നാലെ പോയി ദാഹം തീർക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റായ വഴിയിലായി പോകുന്നു. അനുസരണക്കേടിൻ്റെ മകൾ അഥവാ മകൻ ആയി മാറുന്നു. ഞാൻ പറഞ്ഞു, ഉദാഹരണമായിട്ട് മദ്യപാനത്തിൻ്റെ ആസക്തി,
വ്യഭിചാരത്തിൻ്റെ ആസക്തി, ഇതൊക്കെ ജഡത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാതെ കീഴടക്കാതെ കണ്ട് ഒരു പക്ഷെങ്കിൽ അതിന് ഈ ആത്മീയ ദാഹത്തിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് എടുക്കുമ്പോൾ ആ നാശത്തിൻ്റെ കുഴിയിലേക്ക് അവൻ പോകുന്നു, നിത്യനാശത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതായത് പരിശുദ്ധാത്മാവിനോടുകൂടി നമ്മുടെ ആത്മാവിനെ എപ്പോഴും യോജിപ്പിക്കുക. ഞാൻ പറഞ്ഞു വീക്ക്നെസ്, ബലഹീനത, ഇന്നലെ ഞാൻ പറഞ്ഞു, അതെപ്പോഴും ഉണ്ടല്ലോ. പക്ഷെ നമ്മളെ ബലവാനാക്കിക്കൊണ്ടിരിക്കും. അതായത് ഈ പ്രവണതകളെല്ലാം അതിജീവിപ്പിച്ച് ശക്തരായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ രണ്ട് വലിയ ശക്തികൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂമിയിൽ, അഥവാ നമ്മുടെ ചുറ്റും. ഒന്ന് പരിശുദ്ധാത്മാവ്, മറ്റേ ദുരാത്മാവ്. ഈ ഹൃദയം ദുരാത്മാവിലേക്ക് തിരിഞ്ഞിരുന്നാൽ നിശ്ചയമായിട്ടും ദുരാത്മാവ് വന്ന് നിറയും. പരിശുദ്ധാത്മാവിലേക്ക് തിരിഞ്ഞിരുന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. അപ്പോൾ അവൻ ആത്മീയ മനുഷ്യനായി തീരും, മറ്റേ ആള് ജഡിക മനുഷ്യനായിട്ടും തുടരും. ഇതാണ് ഇന്നത്തെ പ്രശ്നം. എത്ര പേര് എൻ്റെ അടുക്കൽ വരുന്നതിൻ്റെ വെച്ചാൽ എൻ്റെ ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ആത്മാവിനെ നയിക്കപ്പെടുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടമല്ല. പള്ളിയിലും പോവുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സംസാരിക്കുകയില്ല. അച്ഛൻ മടുത്തു. അതുപോലെ നേരെ തിരിച്ചു പറയുന്ന അതെ ഭർത്താക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി സൈഡിൽ മദ്യപാനിയായിരുന്ന, ദൈവിക ഐക്യമില്ലായിരുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ഭാര്യയും ദാനത്തിൽ കൂടി. അതിനുശേഷം ഭർത്താവ് പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞ എന്താണെന്നറിയോ, ഇത്രയും ആകുമെന്ന് ഞാൻ ഓർത്തില്ല, ഇത് വേണ്ടായിരുന്നു. ആളുടെ കുടിയും നിർത്തി, വലിയും നിർത്തി, അശുദ്ധിയെല്ലാം നിർത്തല്ല, പക്ഷേ ഈ പ്രസംഗിക്കാൻ ബൈബിളുമായിട്ട് പോകുന്നത് അത് വേണ്ടാന്ന് വെച്ചാ അത് കൂടിപ്പോയി എന്നെ. അതെ, അങ്ങനെ അപ്പോൾ ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഭാര്യ ഭർത്താവ് പീഡിപ്പിക്കുന്നതുമായ രംഗങ്ങൾ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഡിവോഴ്സ്, വിവാഹ മോചനത്തിൽ വരെ കലാശിച്ചത് എനിക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ. ഒരാൾ ആധ്യാത്മികമായി, ഉദാഹരണമായിട്ട് ഭാര്യ അല്ലെ ഭർത്താവ് കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്നു. ഞാൻ പലപ്പോഴും യൂറോപ്പിൽ കേൾക്കാൻ ഉള്ള ഒന്നാണ്, അച്ഛാ ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പോവാ, അല്ലെങ്കിൽ വേറെ എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാ. എന്താ മോനെ കാര്യം, എന്താ മോളെ കാര്യം? അച്ഛൻ്റെ ധ്യാനം കൂടിയ പിന്നെ അവർ പ്രേമിക്കുന്നത് എന്നെയല്ല, ദൈവത്തെയാ. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ കൂടുതൽ സ്നേഹിക്കുന്ന ഈശോയാണ്, എൻ്റെ ഭർത്താവ് കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയുടെ കാര്യങ്ങൾ ശ്രദ്ധയാണ്, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. പിന്നെ എന്തിനാ എനിക്കൊരു ഭാര്യ, പിന്നെ എന്തിനാ എനിക്കൊരു ഭർത്താവ്? പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു രഹസ്യമല്ല. പിന്നെയോ ആത്മാവ് തന്നെ വിവേചിച്ച് വെളിപ്പെടുത്തി കൊടുത്താലേ പറ്റൂ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊറിന്തോസ് അധ്യായം 2, പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2-ാം അധ്യായം വചനം 12, നാം സ്വീകരിച്ച് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഓർത്തോണം, നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ അഥവാ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ സ്വീകരിച്ച ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, ലോകത്തിൻ്റെ ആത്മാവല്ല. 14-ാം വചനം 1 കൊറിന്തോസ് 2-ാം അധ്യായം 14, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവരത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാവയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ, ഒരു ഭർത്താവ് കുടിയെല്ലാം മാറ്റി കുമ്പസാരിക്കാൻ തുടങ്ങി, എന്നും പള്ളിയിൽ പോകുന്നു, ഏറെ നേരം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭാര്യ കാണുന്ന എന്താ, പണി ചെയ്യാതെ മടിയനായ എൻ്റെ ഭർത്താവ് പള്ളിയിൽ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഇതാ കാരിസ്മാൻ ടീമിൽ ചേർന്നു, അല്ലെങ്കിൽ പോട്ടാ ടീമിൽ ചേർന്നു, ഇതാ ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാണ്. എന്താ, പറമ്പിലെ പണിയും ചെയ്യാതെ ജോലിയും രാജിവെച്ച് നടക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക്, അതായത് ആത്മാവിൽ ജനിച്ച അനുഭവമില്ലാത്ത ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ഇവനെ കൊണ്ടെന്താ ആവശ്യം? അത് ഗ്രഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അല്ലെ നേരെ തിരിച്ച് അപ്രകാരം ഒരു സ്ത്രീയായി മാറുമ്പോൾ ഭർത്താവിന് അത് ഗ്രഹിക്കാൻ മനസ്സില്ല, ഭോഷത്വമാണ്, ആത്മീയമായി വിവേചിക്കാൻ പറയുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഭാര്യയോ ഭർത്താവോ എന്ത് ചെയ്യണം? കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ അവനെ മനസ്സിലാക്കി കൊടുക്കണമേ, ദൈവദാനങ്ങൾ മനസ്സിലാക്കുവാൻ. അത് മനസ്സിലാക്കും, ആ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ്
കണിശമായി എന്നെ അതുപോലെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചും എൻ്റെ ഭാര്യ പള്ളിയിൽ പോകുന്നു, ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിലുള്ള ആ പരിശുദ്ധമായ ശക്തമായ സ്നേഹം കൊണ്ടാണ് അവൾ എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധം പഴയതിനേക്കാൾ ആഴത്തിൽ ശക്തമായി തീരും. അതങ്ങനെയുള്ള ഏറെ ദമ്പതികളെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടും ഉണ്ട് മക്കളെ. ഞാനിത് പറയാൻ കാരണം ഈ രണ്ടും നമ്മൾ വിവേചിക്കണം, മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ഈ രണ്ട് മനുഷ്യർ ഉണ്ട്, ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും. നമ്മൾ അറിയാമല്ലോ, ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന മതപീഡനം ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആത്മീയമായി ജീവിച്ച് ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് നിത്യരക്ഷയിലേക്ക് യാത്ര ചെയ്യുന്നു. അവർ ആ നിത്യജീവനുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുണ്ടായല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:3, യോഹന്നാൻ 16:3 യേശു ക്രിസ്തുവിനെയോ അവൻ്റെ പിതാവായ ദൈവത്തെയോ അറിയാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് ഈശോ പറഞ്ഞത്. അതായത് സിനഗോഗുകളിലും എല്ലായിടത്തും നിങ്ങളെ പീഡിപ്പിക്കും, വേദനിപ്പിക്കും, കൊല്ലും. നിങ്ങളെ കൊല്ലുന്നത് ദൈവാരാധനയായിട്ട് അവർ കരുതും. കാരണം അവർ പിതാവിനെയോ പിതാവിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെയോ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്താണ്? യേശു ക്രിസ്തുവിനെയും അവൻ്റെ പിതാവിനെയും അറിയുക. അറിയുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവുമായും പിതാവുമായും നിത്യജീവനുമായും ബന്ധമില്ലാത്തവരാണ് ജഡികമായി ജീവിക്കുന്നത്. അവരാണ് ഇപ്രകാരം ആത്മീയമായി ജീവിക്കുന്നവരെ പീഡിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ പീഡനം സ്വന്തം ജീവിതത്തിൽ കാണാൻ പറ്റും. അതായത് ഈ ദുരാത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കടന്നു വന്ന് സ്വാധീനിച്ച് നമ്മുടെ അവയവങ്ങളെ കൊണ്ട് എന്താ വ്യാമോഹിപ്പിക്കുന്നത്, ആഗ്രഹിപ്പിക്കുന്നത്? ജഡിക കാര്യങ്ങൾ, കൂടുതൽ സ്വത്ത്, കൂടുതൽ പണം, കൂടുതൽ ജോലി, ഇങ്ങനെ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവൻ്റെ ദുരാത്മാവ് എന്നിൽ ചെയ്യുന്ന പ്രവർത്തനം. അതേശം പരിശുദ്ധാത്മാവ്, എളിമ, ശാന്തത, ഈ പരിശുദ്ധാത്മാവിൻ്റെ പുണ്യങ്ങളെല്ലാം നമ്മളിലേക്ക് തന്നുകൊണ്ട് യേശുക്രിസ്തുവുമായും പിതാവുമായും നല്ലൊരു ബന്ധം ഈ ലോകത്തിൽ സ്ഥാപിച്ച് നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് എൻ്റെ മക്കളെ നമുക്ക് ഉണ്ടാവണം ഈ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു തമാശല്ല. ഇന്ന് ഞാൻ ഉത്തരം പറയുകയാണ്. എന്തുകൊണ്ട് ഈ നേരെ മതപീഡനം, ക്രിസ്തീയ മതപീഡനം ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിക്കുന്നത്, മറ്റാരെയും അല്ല. മുസ്ലിങ്ങളെ ആരും പീഡിപ്പിക്കുന്നില്ല, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ. കാരണം കുറേ ക്രിസ്ത്യാനികളെങ്കിലും നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ഈ നാളുകളിൽ പരിശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശ്രമം ഇല്ലാഞ്ഞ കാലത്ത് ഇത്രയും മതപീഡനം ഇല്ല. ഞാൻ കേരളീയരോടാണല്ലോ സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച്, ഒരു 50 വർഷം 60 വർഷം മുമ്പ് ഇത്രയും മതപീഡനമില്ലായിരുന്നു. ഇനിയും എപ്പോഴായി കരിസ്മാറ്റിക് നവീകരണം വന്നെന്നറിയാമോ? അത്രയും വർഷങ്ങൾ 1964 നമുക്കറിയാം. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായ ഒരു രീതി, നവീകരണത്തിൻ്റെ രീതിയാണ് കരിസ്മാറ്റിക് നവീകരണം. അതുപോലെ വേറെ വരെ നവീകരണം. ഈ നവീകരണം തടകൊടിഞ്ഞ് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് നയിക്കുന്നവരായി മാറിയപ്പോൾ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന മതസ്ഥർ ആത്മാവിൽ ജനിച്ച് പിതാവിൻ്റെ മക്കളായി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മതപീഡനം കൂടുതൽ. ഈ നേരെ അപ്രകാരം ലോകത്തിലുണ്ട്. അതേസമയം ക്രിസ്ത്യാനികൾ, ഞാൻ ബ്രാക്കറ്റിലായി ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ദൈവമക്കൾ ലോകത്തോട് അനുരൂപപ്പെട്ട് ലൗകികമായി ജീവിച്ചിരുന്നപ്പോൾ മതപീഡനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിശാച് അവിടെ പണി കുറവായിരുന്നു. പണ്ട് ഒരു ചൊല്ലുണ്ട്, പണ്ട് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ പിശാചുക്കൾ എവിടെയാണെന്നറിയാമോ? അച്ഛന്മാരും കന്യാസികളും താമസിക്കുന്നിടത്ത്. ഹല്ലേലൂയ. കാരണം അവരാണ് ബ്രഹ്മചര്യവും പാലിച്ച്, കന്യകത്വവും പാലിച്ച്, അനുസരണയും വ്രതങ്ങളും പാലിച്ച് വിശുദ്ധരായി ജീവിക്കാൻ കൂടുതൽ പണിപ്പെടുന്നത്. അപ്പം അവരെ തകർക്കാനാണ് പിശാച് ക്യാമ്പടിക്കുന്നത് പള്ളിമേടയിലും കന്യാസ്ത്രീ മഠത്തിനും ചുറ്റും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, പിന്നെയോ ഡൊമിനിക്കോസ് പുണ്യാൾ സെന്റ് ഡൊമിനിക്ക് പറഞ്ഞതാണ്. എന്നാൽ അൽമേനികൾ, അതായത് ലോകവുമായിട്ട് രമ്യപ്പെട്ട് ലോകകാര്യങ്ങൾക്കായി ശ്രമിച്ച് ജീവിക്കുന്നിടയിൽ പിശാചിന് വലിയ പണിയൊന്നുമില്ല. പെട്ടെന്ന് അവൻ്റെ വലയെ കൊടുക്കാം. എന്നാൽ അച്ഛനെ കൊടുക്കാൻ ഇച്ചിരി വിഷമമാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു അച്ഛനെ വീഴിക്കാനായിട്ട് അവന് ഒരു പക്ഷെങ്കിൽ $1,00,000 വേണം. എന്നാൽ ഒരു അൽമായനെ വീഴ്ത്താൻ അവന് $1 മതിയെന്ന്. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ അവൻ അത്രമാത്രം ഭഗീരഥ പ്രയത്നം ചെയ്താലേ ഒരു അച്ഛനെയോ കന്യാസ്ത്രീയോ മറിച്ചിടാൻ പറ്റും. ഹല്ലേലൂയ. കാരണം അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ആത്മീയമായി ജീവിക്കുന്നു. അതുപോലെ ഇന്ന് ഞാനത് ആ ഡൊമിനിങ്കോസ് പുണ്യാളൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കരിസ്മാറ്റിക്കിനെ വീഴിക്കാൻ പ്രയാസമാണ്. അപ്പം അവന് പല ഡോളറും ചിലവാക്കണം മുതുപിശാചിന്. ആരേശ്വരൻ ലോകത്തിൽ ജീവിക്കുന്നു, അതായത് ദൈവത്തെ സ്തുതിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നില്ല. അതാ ജടിക വ്യാപാരങ്ങൾ മുഴുകി ജീവിക്കുന്നവർക്ക് അവർക്ക് ചാക്കിലിടാൻ പിശാചിന് $1 പോലും വേണ്ട, $1 പോലും വേണ്ട. ഹല്ലേലൂയ. വെറുതെ വാന്ന് പറഞ്ഞാൽ മതി. അതെ, ഉദാഹരണമായിട്ട് എടാ വാടാ നമുക്ക് ഷാപ്പിലേക്ക് പോകാൻ ഒരു വാക്ക് കേട്ടാൽ പോവും. ഹല്ലേലൂയ. എന്നാൽ കരിസ്മാനവേദനത്തിൽ പറഞ്ഞ ഒരാൾ എത്ര പരിശ്രമിച്ചാലും ഇല്ല, ഞാൻ വരികയില്ല, ഷാപ്പിൻ്റെ പടിക്കൽ പോലും പോവില്ല, ഷാപ്പിൻ്റെ ചുറ്റുപാട് പോലും ഞാൻ പോവില്ല. ആ ദൃഢനിശ്ചയത്തിൽ ആത്മാവിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ കുടിയുടെ കാര്യം മാത്രമല്ല, ഓരോന്നിൻ്റെയും കാര്യമുണ്ട്. കുടി പറയാൻ എളുപ്പമുള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ക്ഷമിക്കണം. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കരുത്, ഞാൻ നിങ്ങളെ മാത്രം വേർതിരിച്ച് പറയാൻ അല്ല. വ്യഭിചരിക്കുന്നവർ മറ്റെല്ലാ തിന്മയിലായിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ അതെ പൗലോസ്ലീഹ പറഞ്ഞ വചനം ധ്യാനിക്കണം. ആ ജഡികമായി ജനിച്ചവൻ ആത്മീയമായ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു, ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ സമരത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, റോമ അധ്യായം 8 വചനം 26. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ബലഹീനതകൾ ഉണ്ടാവും, അതായത് ഈ തിന്മകളുടെ എല്ലാം പിന്നാലെ പോകാൻ ബലഹീനത ഉണ്ടാകും. കാരണം നമുക്ക് ഒരു ജഡമുണ്ട്, നമുക്ക് ജഡം മാറ്റിക്കളയാൻ പറ്റുമോ? ഇല്ല. ജഡം പോകുന്നത് എപ്പോഴാണ്? മരിക്കുമ്പോൾ. ആ ജഡം പെട്ടി നമ്മൾ അടക്കം ചെയ്യും. അതുവരെ ജഡം നമ്മോട് കൂടി ഉണ്ട്. പിന്നെ ആ ജഡത്തിൻ്റെ പ്രവണതകളെ, ദുരാശകളെ കീഴ്പ്പെടുത്താനേ പറ്റും. അതിന് എളുപ്പം ആർക്കാ? കരിസ്മാറ്റിക്കുകൾക്ക്. ഞാൻ കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ അത് ഓർക്കരുത് ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടിയവരും അല്ലെ കരിസ്മാവിന് വരുന്നവരെന്നോ അല്ലെ ഡിവൈനിൽ പോകുന്നവരോ എന്ന് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആരും ആട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഇന്നെണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാചിൻ്റെ ഈ പീഡനം കൂടുന്നത്. ദൈവരാജ്യത്തിനായിട്ട് അത്യധ്വാനം ചെയ്ത് ആത്മാവിൽ പൂരിതരായി ജീവിക്കാൻ ഏറെ പരിശ്രമിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ഈ പ്രസംഗ പരിപാടി ഒക്കെ തുടങ്ങിയിട്ട് 50 കൊല്ലമായില്ല, അച്ഛനായിട്ട് 50 കൊല്ലമായി നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ അച്ഛനാകുന്ന മുമ്പും അല്ലെ അച്ഛൻ ആദ്യകാലത്തൊക്കെ ഇത്രയും തീഷ്ണതയോ തീവ്രതയോ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി മനുഷ്യനില്ലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യത്തെ ദീപശിഖ കൊളുത്തിയവൻ ഞാനാണ്. അതിനുശേഷം മറ്റുള്ളവരൊക്കെ കൊളുത്തി. അന്ന് കാലത്തൊക്കെ വെറുതെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊട്ടും കൊന്തയിലും ആത്മാവിനെ പറ്റിയുള്ള അജ്ഞതയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അറിയപ്പെടാത്ത ദൈവമായിരുന്നു. ഹല്ലേലൂയ. പിതാവിനെ അറിയുമായിരുന്നു, യേശുവിനെ അറിയുമായിരുന്നു, മാതാവിനെയും അന്തോണീസിനെയും എല്ലാം അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവിനെ അറിയാതിരുന്നു. ഹി വാസ് എ ഫൊർഗോട്ടൻ ഗോഡ്. അറിയപ്പെടാത്ത ഒരു ദൈവമായിരുന്നു പരിശുദ്ധാത്മാവ്. ഓർക്കണം, ഈ ആത്മാവിനെ കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ നവീകരണങ്ങളിലൂടെയാണ്. കരിസ്മാറ്റിക് നവീകരണം മാത്രമല്ല, സഭയിലെ പല പല നവീകരണങ്ങളിലൂടെ. അപ്പോൾ കൂടുതൽ ബോധ്യമുണ്ടായി, കൂടുതൽ വിവേകമുണ്ടായി, ആത്മാവിൽ ജീവിക്കണമെന്ന ആ ശ്രദ്ധ, അതീവ തീവ്രത ഉണ്ടായി. അപ്പോൾ പിശാച് അടങ്ങിയിരുന്നില്ല, കൂടുതൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അവൻ്റെ സൈഡിലുള്ളവരുടെ എണ്ണം കൂട്ടി, ധാരാളം പേരെ ജഡികായതിലേക്ക് ക്ഷണിച്ചു. നമുക്ക് കാണാൻ സാധിക്കും അതും വളരെ വ്യക്തമായിട്ട് ഇന്ന്. കാരണം നമുക്കറിയാമല്ലോ, വെളിച്ചം വന്നാൽ ഇരുട്ടെന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂരിരുട്ടത്തിരിക്കുന്ന ഒരാൾക്ക് വെളിച്ചം എന്താണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു സുഷിരത്തിലൂടെ, ഒരു ദ്വാരത്തിലൂടെ വെളിച്ചം വരുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. എന്ത് ഭംഗിയായിരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന ഈശോ ആകുന്ന പ്രകാശം സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിലൂടെ ആ പ്രകാശം സ്വീകരിച്ചവർക്ക് ഈ വ്യത്യസ്തത മനസ്സിലാക്കാൻ പറ്റൂ, പോരാടാൻ പറ്റൂ. മാത്രമല്ല അപ്പോഴാണ് ആ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ മഹനീയത മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ ആളുകൾ, എൻ്റെ പ്രിയ മക്കളെ, ഞാൻ ഇതിൻ്റെ ആളുകളിൽ കാണുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നവർ. അതിൻ്റെ പീഡനമുണ്ട്. ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ചില മാതാപിതാക്കളിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, ഒരു പക്ഷേ അച്ഛന്മാരിൽ നിന്ന് ഒക്കെ പീഡനങ്ങളുണ്ടാവും. ആ പീഡനത്തിൽ അതെ നമുക്ക് നിൽക്കാൻ പറ്റും ആത്മാവിനോട് പടപൊരുതി. കാരണം നാം ഒറ്റയ്ക്കല്ല, നമ്മോടുകൂടെ ഈശോയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈ ബോധ്യം, ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ തമാശയായിട്ടല്ല, കാര്യമായിട്ട് പറയാറുണ്ട്. ഈ പിശാച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് വരുന്നത് ഹോൾസെയിലായിട്ടല്ല, മൊത്ത വ്യാപാരമായിട്ടല്ല, പിന്നെ റീറ്റെയിലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ചില്ലറയായിട്ട്. നമ്മൾ സാധനങ്ങൾ മേടിക്കും, മൊത്തമായി മേടിക്കും. അതിനെയാണ് പറയുന്നത് ഹോൾസെയിൽ. വിലക്കുറവുണ്ട്, ഇപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുക നമ്മൾ പറയും. ചില്ലറയായിട്ട് കടയിൽ പോയി വാങ്ങിക്കുക, അപ്പോൾ കൂടുതൽ വില കൂടും. രണ്ടുപേരും അതുപോലെ നമ്മൾ പലപ്പോഴും ഓർക്കും, ഞാൻ പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണമേ, പരിശുദ്ധാത്മാവ് വരണേ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് വരുന്നത് റീറ്റെയിൽ ആയിട്ടാണ്, ഇച്ചിരി വില കൂടും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് സ്നേഹമാകുന്ന ആത്മാവേ വരണമേ, എളിമയുടെ ആത്മാവേ വരണമേ, അല്ലെങ്കിൽ ശാന്തയുടെ ആത്മാവേ വരണമേ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ വരണമേ. അങ്ങനെ റീറ്റെയിലായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ മൊത്തക്കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾക്ക് കുറവുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് എണ്ണി എണ്ണി കണ്ട് ചോദിക്കണം. പിശാചും അങ്ങനെ, അതാ വളരെ രസം. ഈ പിശാചും ഹോൾസെയിൽ വ്യാപാരമല്ല, റീറ്റെയിൽ വ്യാപാരമാണ് അവൻ്റെ കയ്യിലും. അവൻ മൊത്തമായിട്ട് വന്ന് ഒരുത്തരെ കീഴക്കല്ല. എങ്ങനെ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിനെ? കള്ളു കുടിക്കുന്ന ആത്മാവ്, വ്യഭിചരിക്കുന്ന ആത്മാവ്, കഞ്ചാവിൻ്റെ ആത്മാവ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ദുരാത്മാക്കൾ വരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മാർക്കോസിൻ്റെയോ ലൂക്കായുടെയോ ഒക്കെ സുവിശേഷം വായിച്ചാൽ പിശാച് എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെയോ ദുരാത്മാവ് എന്ന വാക്കാണ്. ഞാൻ അല്പം സൂചിപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷ നിർത്തി പ്രാർത്ഥനയിലേക്ക് കടക്കാം. മർക്കോസ് വിശേഷം അധ്യായം 1 തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് പിശാച് ബാധിനെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. വചനം 21 മുതൽ, മർക്കോസ് അധ്യായം 1:21 മുതൽ. അത് 23-ാം വചനം പറയുകയാണ്, ആ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇനിയും 26-ാം വചനം പറയുന്നു, അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എപ്പോൾ? ഈശോ ശാസിച്ചപ്പോൾ. അപ്പോൾ അശുദ്ധാത്മാവ്, ദുരാത്മാവ്. ഇനിയും മർക്കോസിന്റെ സുവിശേഷത്തിൽ അധ്യായം 5 നമ്മൾ വീണ്ടും വായിക്കാൻ സാധിക്കും. ഏറെ മറ്റു ഭാഗങ്ങളുണ്ട്, ഞാൻ 1-2 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 2-ാം വചനം, യേശു വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. മർക്കോസ് 5:2. ഇനിയും അവൻ ഉച്ചത്തിൽ അലറി വിളിക്കുകയും നഗ്നനായി നടക്കുകയും അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതല്ല ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. ആരെയും നിയന്ത്രണവുമില്ല, ആരെയും അനുസരിക്കാതെ, തുണിയില്ലാതെ അവിടെ ഇവിടെയും പറഞ്ഞടക്കുക, കല്ലറയിലും അവിടെയില്ല, കഞ്ചാവും കല്ലറയും കള്ളുമൊക്കെ അടിച്ച് നടക്കുകയാണ്. ഇനിയും അവൻ യേശുവിനെ കണ്ടു. യേശു അവനോട് പേര് ചോദിച്ചു, നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൂടെ തന്നെ മുൻകോപത്തിൻ്റെ അശുദ്ധാത്മാവ്, വ്യഭിചാരത്തിൻ്റെ അശുദ്ധാത്മാവ്, മദ്യപാനത്തിൻ്റെ ദുരാത്മാവ്, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ദുരാത്മാവ്, പുകവലിയുടെ ദുരാത്മാവ്, ഇങ്ങനെ പല ആത്മാക്കൾ ഒന്നിച്ച് ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. ഓരോന്നായിട്ട് കയറി. അതാണ് യേശു ശാസിച്ച് അവരെ സുഖപ്പെടുത്തിയത്. ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് പ്രസംഗിക്കുന്ന കാലത്ത് പറയാം, എൻ്റെ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട്, പിശാചിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വരുന്നുവെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഇപ്രകാരം ഒന്നിന് കൊടുക്കരുത്. പിന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നമ്മൾ മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തെക്കാൾ പിശാചും തമ്മിൽ സ്നേഹബന്ധമുണ്ട്. നമ്മളെക്കാൾ അവരൊന്നിച്ചേ പോവുള്ളൂ. കാരണം അവർ പോയാൽ കീഴ്പ്പെടുത്തും. പ്രത്യേകിച്ച് നമ്മൾ കേരള കത്തോലിക്കരെക്കാൾ സ്നേഹമുള്ളവരാണ് പിശാചുക്കൾ. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടത് സ്നേഹമാണ്. അതേപ്പറ്റി ഞാൻ പറഞ്ഞാൽ പലർക്കും അത് വിഷമായി തീരുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ കുർബാനയെപ്പറ്റി പോലും അതെ സ്നേഹരാഹിത്യത്തിൽ അർപ്പിക്കുന്ന വ്യക്തികളാണെന്ന് ഓർക്കണം കേരളത്തിൽ. എങ്കിൽ പിശാച് ഒന്നിച്ച് സ്നേഹിച്ചു പോകുന്നു. അവൻ ഒന്നിച്ച് ഒരാളെ കണ്ടുമുട്ടിയാൽ ഈശോ പറഞ്ഞെന്താണ്? ഏതെങ്കിലും ഒരു ഹൃദയം പിശാചില്ലാതെ ശൂന്യമായി കണ്ടാൽ, ലൂക്ക 11-ാം അധ്യായം, അവൻ പോയി വേറെ 7 പേരെയും വിളിച്ചുകൊണ്ട് വരുമെന്ന്. ഹല്ലേലൂയ.
ഉദാഹരണമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വ്യഭിചാരത്തിൻ്റെ അശുദ്ധിയെ ഓടിച്ചു കഴിയുമ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. ഇത് ശൂന്യത. അവിടെ യേശുവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചില്ലെങ്കിൽ ഈ പോയവൻ പോയിട്ട് മറ്റേഴ് പിശാചുകളെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിക്കും, ലഗിയോനാക്കി തീർക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പിശാചിന് കൂടുതൽ പരസ്പര സ്നേഹമുണ്ട് നമ്മളെക്കാൾ. ഓർത്തോണം, അവൻ കൂടുതൽ അവനെ കീഴ്പ്പെടുത്തുക. 7 പേരുണ്ടെങ്കിൽ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് 7 പേരെ കൊണ്ടുവരുന്നത്. 7 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ നമ്പരാണ്. അതുകൊണ്ടാണ് 7. പ്രിയമുള്ളവരെ, ഞാൻ പറയാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ധാരാളം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ജീവിതത്തിൽ കാണുന്നുണ്ട്. കരിസ്മാറ്റിക് ധ്യാനം കൂടി പുകവലി നിർത്തി. ഇന്നും ഒരു ചേച്ചി വന്ന് പറഞ്ഞു, എൻ്റെ എൻ്റെ ഭർത്താവ് അച്ഛൻ്റെ കൂടെ ധ്യാനം കൂടി നല്ലവനായി വന്നെന്നും പള്ളിയിൽ പോകുന്നത്. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം മദ്യമാണ്, കുമ്പസാരം ഇല്ല, കുർബാനയില്ല. ഞാൻ ചോദിച്ചു, കോവിഡ് വന്നുകൊണ്ടാണോ? അല്ല അച്ഛോ, 5-6-7 കൊല്ലം വഴങ്ങിനായിപ്പോയി. എന്താണെന്നറിയത്തില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒത്തിരി ഉപവസിക്കുന്നു, ഞാൻ നൊവേനയൊക്കെ ചെല്ലുന്നുണ്ട്, നിത്യശ്യാമരാവിന് വേണ്ടി നൊവേന നടത്തുന്നുണ്ട്. എൻ്റെ അച്ഛ, എൻ്റെ അച്ഛനൊന്ന് പറ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലരൊക്കെ ഇങ്ങനെയാണ്. ദൈവം ഒരിക്കലും അങ്ങനെ ആരും നിർബന്ധിച്ച് നല്ലവരാക്കില്ല. ദൈവം എപ്പോഴും സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഈശോ പറഞ്ഞ എന്താണ് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രഭാഷകൻ പുസ്തകം 15:15. തീയും വെള്ളവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നരകവും നിത്യജീവനും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിന്റെ ഭർത്താവിന് പുണ്യവാനായി ജീവിക്കാനുള്ള അവസരം കർത്താവ് നൽകി അതിൻ്റെ അനുഭവം കൊടുത്തിരുന്നു എൻ്റെ കൂടെ ധ്യാനിച്ചപ്പോൾ. അതിനെ നിഷേധിച്ച് ഇപ്പോൾ മറുവശത്തേക്ക് പോയിരിക്കുന്നു. കർത്താവ് ഒരിക്കലും അവനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ആരെയും കർത്താവ് നിർബന്ധിച്ച് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ വിടില്ല. ഹല്ലേലൂയ. രണ്ടുമുണ്ട്. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ ദാനം. നമുക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം. എനിക്ക് വേണേൽ നരകത്തിൽ പോകാം, എനിക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാം. ഞാൻ തീരുമാനിക്കുമ്പോൾ ഈശോ കൃപ തരും. ഞാൻ തീരുമാനിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, സ്വർഗത്തിന് വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മ കൂടുതൽ വന്ന് സഹായിക്കും. അപ്പോൾ അല്ല, നമ്മൾ തീരുമാനിക്കാതെ നമ്മൾ നരകത്തിന് വേണ്ടി തീരുമാനിച്ച് ജീവിക്കുമ്പോൾ മോനെ വാന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവനെ ഇങ്ങോട്ട് ആകർഷിക്കുകയോ അല്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. പിന്നെ കർത്താവിന് പ്രാർത്ഥിക്കുക, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളാക്കാം, അവൻ്റെ മാനസാന്തരത്തിനു വേണ്ടി. അങ്ങനെയുള്ള മാനസാന്തരങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിരുന്നു. വീണ കരിസ്മാറ്റിക്, അതായത് ഏറെ ദൈവാത്മാവ് നിറഞ്ഞ വചനം പ്രഘോഷിച്ച് നടന്നവർ പോലും. നമ്മുടെ കേരളത്തിലെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ കരിസ്മാറ്റിക് ജീവിതവും ആധ്യാത്മിക ജീവിതവും ഏറെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന്. അതിനുശേഷം തീർത്ത് വീണ് ആൻറ്റി കരിസ്മാറ്റിക്കായിട്ട് സഭയ്ക്കെതിരായി, വൈദികർക്കെതിരായി, കുരാശകൾക്കെതിരായി പ്രസംഗിക്കുന്നവർ, ഒരു പെന്തക്കോസ്തിൽ തന്നെ പോയി പ്രസംഗിക്കുന്നവരെ എനിക്കറിയാം. എന്തിന്? ഇങ്ങേറ്റം ഇസ്ലാം മതത്തിൽ പോയി പ്രസംഗിക്കുന്ന കന്യാസിയെ എനിക്കറിയാം, അച്ഛനെ എനിക്കറിയാം, വീണവർ. അതുകൊണ്ട് ഞാൻ അത് ദീർഘിപ്പിച്ച് പറയുന്നില്ല, നിർത്തുന്നു. നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജാഗരൂകതയോടെ കാത്തു സംരക്ഷിക്കണം. ഈ ആത്മാവിനോട് ചേർന്നിരിക്കുവാൻ ഏറെ പരിശ്രമിക്കണം മക്കളെ. ഈ കാലത്ത് ഓർക്കണം, ഈ രണ്ടും നമ്മുടെ കൂടെ ഉണ്ട്. മരണം വരെ ജഡിക മനുഷ്യൻ നമ്മളിലുണ്ട്, ആത്മീയ മനുഷ്യനുമുണ്ട്. ഈ ആത്മീയ മനുഷ്യനെ പാലൂട്ടി, തേനൂട്ടി, ആഹാരവും കൊടുത്ത് കൂടുതൽ ശക്തിപ്പെടുത്തി അത് സ്നേഹമെന്ന് പറയും. നാളെ പറയാം ഞാൻ അതിനെപ്പറ്റി. പാല് മാത്രം കൊടുത്താൽ പോരാ, നല്ല കപ്പയും അത് കാച്ചിനും അല്ലെങ്കിൽ ചക്കപ്പുഴുക്കൊക്കെ കൊടുക്കണം, എങ്കിലേ പരിശുദ്ധാത്മാവ് വളരൂ. ഇപ്പോഴും പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന കരിസ്മാറ്റിക്കുകളുണ്ട്, അതേപ്പറ്റി ഞാൻ നാളെ പറയാം. അപ്പോൾ നമ്മൾ ആ ആത്മാവിനെ ഇങ്ങനെ ശക്തമാക്കുമ്പോൾ ഈ ദുരാത്മാവ് അവിടെ ബലഹീനമായിരിക്കും, ഒരിക്കലും തല പൊക്കില്ല. നമുക്ക് ഈശോയുടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ആരാധന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4:29 ഞാൻ വായിച്ചത്. അന്ന് ജഡികമായി പിറന്നവൻ ആത്മീയമായി പിറന്നവനെ പീഡിപ്പിച്ചു, ഇന്നും അങ്ങനെ തന്നെ. നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങളുടെയും എൻ്റെയും സ്ഥിതി അതാണ്. നമുക്കതിനെ അതിജീവിക്കണം.